Banach spaces. എന്താണ് ഒരു ബനാക് സ്പേസ്? ഫങ്ഷണൽ അനാലിസിസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജിയാണ് ബനാക് സ്പേസസ്. അതായത് ബൈ ഡെഫിനിഷൻ ഒരു ബനാക് സ്പേസ് എന്ന് പറഞ്ഞാൽ എ ബനാക് സ്പേസ് ഈസ് എ കംപ്ലീറ്റ് നോൺ ലീനിയർ സ്പേസ്. നമുക്ക് ഓരോ ടേമായിട്ട് നോക്കാം. ലെറ്റ് എക്സ് ബി എ വെക്ടർ സ്പേസ്. എക്സ് ഒരു വെക്ടർ സ്പേസ് ആണ്. അണ്ടർലൈൻ ഫീൽഡ് ആർ ഓർ സി, അതായത് റിയൽ നമ്പേഴ്സ് ഓർ കോംപ്ലക്സ് നമ്പേഴ്സ്. ദെൻ എ നോം, നമുക്ക് നോം എന്നാണ് ആദ്യം നോക്കണം. A norm is a positive definite function from the vector space to its underlying field such that it has the following four properties. അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് ആൻഡ് നോം എക്സ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു 0. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോം ഓഫ് ആൽഫ എക്സ് ഈക്വൽ ടു മോഡ് ആൽഫ ഇൻറ്റു നോം എക്സ് ആൻഡ് ലാസ്റ്റ് വൺ ദ ട്രയാങ്കുലർ ഇൻഇക്വാലിറ്റി, ദാറ്റ് ഈസ് നോം ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് പ്ലസ് നോം വൈ. ഈ നാല് പ്രോപ്പർട്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് നോം എന്ന് പറയുക. അതായത് എ വെക്ടർ സ്പേസ് ടുഗദർ വിത്ത് എ നോം, അതിനെ നമ്മൾ നോംഡ് സ്പേസ് എന്ന് പറയും. അപ്പോൾ ഒരു നോംഡ് സ്പേസ് എന്താണെന്ന് പറഞ്ഞു. ഇതിനെ തുടർന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏതൊരു നോമും ഒരു മെട്രിക്കിനെ ഇൻഡ്യൂസ് ചെയ്യും. മെട്രിക്കിൻ്റെ ഡെഫിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു നോംഡ് സ്പേസും അപ്പോൾ എന്താവും, ഒരു മെട്രിക് സ്പേസ് ആയിട്ട് മാറും. The metric induced from norm d of xy equal to norm x minus i. അതായത് ഏതൊരു നോംഡ് ലീനിയർ സ്പേസും ഒരു മെട്രിക് സ്പേസ് ആണ് ഒബ്വിയസ്ലി. അതായത് ഏതൊരു നോംഡ് ലീനിയർ സ്പേസും ഒരു മെട്രിക് സ്പേസാണ്. കോൺവേഴ്സ് ട്രൂ അല്ല. ഏതൊരു മെട്രിക് സ്പേസും നോംഡ് ലീനിയർ സ്പേസ് അല്ല. അതായത് മെട്രിക് സ്പേസിൻ്റെ കളക്ഷനാണ് ബിഗ്ഗർ കളക്ഷൻ. നോംഡ് ലീനിയർ സ്പേസ് ആ കളക്ഷൻ്റെ ഇൻസൈഡാണ് വരിക. അതായത് ഏതൊരു മെട്രിക് എടുത്താലും അത് നോമിൽ നിന്ന് ഉണ്ടായ മെട്രിക് ആകണമെന്നില്ല. ഇനി അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് എ മെട്രിക് ഇൻഡ്യൂസ്ഡ് ഫ്രം നോം സാറ്റിസ്ഫൈ എ പ്രോപ്പർട്ടി കോൾഡ് ട്രാൻസ്ലേഷണൽ ഇൻവേരിയൻസ്. അതായത് ഡി ഓഫ് എക്സ് പ്ലസ് എ വൈ പ്ലസ് എ ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു എക്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഡി ഓഫ് ആൽഫ എക്സ് ആൽഫ വൈ ഈക്വൽ ടു മോഡ് ആൽഫ ഇൻറ്റു ഡി ഓഫ് എക്സ് വൈ ആയിരിക്കും. അതായത് ഒരു നോമ് ഇൻഡ്യൂസ് ചെയ്യുന്ന മെട്രിക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ട്രാൻസ്ലേഷണൽ ഇൻവേരിയൻസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു എക്സാമ്പിളാണ് ഡിസ്ക്രീറ്റ് മെട്രിക്. ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറയുന്നത് ഒരു നോമൊന്നും ഇൻഡ്യൂസ് ചെയ്ത് ഉണ്ടായതല്ല. അപ്പോൾ നമ്മൾ നോംഡ് സ്പേസ് എന്താണെന്ന് പറഞ്ഞു, എല്ലാ നോംഡ് സ്പേസും ഒരു മെട്രിക് സ്പേസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാം കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. അതായത് ഒരു മെട്രിക് സ്പേസിൽ നമ്മൾ കംപ്ലീറ്റ്നെസ് എങ്ങനെ പറയാം? അതായത് ആ മെട്രിക് സ്പേസിലെ ഏതൊരു കോഷി സീക്വൻസ് എടുത്താലും അതിന് ആ സ്പേസിൽ ഒരു ലിമിറ്റ് ഉണ്ടാവണം. അതായത് എവറി കോഷി സീക്വൻസ് കൺവേർജസ് ഇൻ ദാറ്റ് സ്പേസ്. അതായത് ഒരു നോംഡ് ലീനിയർ സ്പേസ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സ്പേസിന് പറയുന്ന പേരാണ് ബനാക് സ്പേസ്. അതായത് എ ബനാക് സ്പേസ് ഇസ് എ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ്, അല്ലെങ്കിൽ എ ബനാക് സ്പേസ് ഇസ് എ നോംഡ് ലീനിയർ സ്പേസ് വിച്ച് ഈസ് കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക് ഇൻഡ്യൂസ്ഡ് ഫ്രം നോം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബനാക് സ്പേസിന് ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് CAB, അതായത് കണ്ടിന്യൂസ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ AB. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ ABയിൽ ഡിഫൈൻഡ് ആയിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ നോം. നമ്മളൊരു നോംഡ് ലീനിയർ സ്പേസും അതിൻ്റെ കംപ്ലീറ്റ്നെസ്സും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പം അതിൻ്റെ നോം എന്നാണ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. CAB എന്ന് പറയുന്ന നോംഡ് ലീനിയർ സ്പേസ് കംപ്ലീറ്റ് ആകുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ നോം ഡിഫൈൻഡ് ബൈ CAB എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസാണ്. അപ്പം നോം എഫ് ഈക്വൽ ടു സുപ്രീമം എക്സ് ബിലോങ്സ് ടു AB മോഡ് എഫ് ഓഫ് എക്സ്. ഈ നോമിലാണ് C ഓഫ് AB എന്ന് പറയുന്ന സ്പേസ് കംപ്ലീറ്റ് ആവുന്നത്. അതായത് CAB ബനാക് സ്പേസ് ആവുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് സുപ്രീമം നോം. ഇതിനെ സുപ്രീമം നോം എന്നാണ് പറയുക. ഓക്കെ, മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.